നമ്മൾ ഇത്രയും ദിവസം നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് പഠിച്ചു. ഇനി നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. അസ്യൂം ദാറ്റ് the mean height of soldiers in a regiment of 1000 to be 68.22 inches with a variance of 10.8 inches. How many soldiers in the regiment would you expect to be over 6 feet tall? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒരു റെജിമെൻ്റ് ഓഫ് സോൾജേഴ്സ് അല്ലെ, ഒരു ബറ്റാലിയൻ ഓഫ് സോൾജേഴ്സ് ഉണ്ട്. അവരുടെ മീൻ ഹൈറ്റ് തന്നിട്ടുണ്ട്. ശരാശരി അവരുടെ ഹൈറ്റ് എത്രയാണ്? 68.22 ഇഞ്ചസ് ആണ്. ആ ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് എത്ര പേരുണ്ട്? 1000 ആണ് കേട്ടോ അവർ തന്നത്. അസ്യൂം ദാറ്റ് ദ മീൻ ഹൈറ്റ് ഓഫ് ദ സോൾജേഴ്സ് ഇൻ എ റെജിമെന്റ് ഓഫ് 1000. റെജിമെന്റ് ഓഫ് 1000 എന്ന് പറഞ്ഞാൽ 1000 പേരാണുള്ളത്. അതിൻ്റെ മീൻ ഹൈറ്റ് എന്ന് പറയുന്നത് 68.22 ഇഞ്ചസ് ആണ്. വിത്ത് എ വേരിയൻസ് ആണ് തന്നത്, സ്റ്റാൻഡേർഡ് ഡിവിഷൻ അല്ല കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടത് മീനും സ്റ്റാൻഡേർഡ് ഡിവിഷനാണ് നമ്മുടെ ഫോർമുലയിൽ വേണ്ടത്. അപ്പോൾ മീനും സ്റ്റാൻഡേർഡ് ഡിവിഷനാണ് തരേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന വേരിയൻസ് ആണ്. അപ്പോൾ വേരിയൻസ് നമുക്കറിയാം, സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ അതിൻ്റെ സ്ക്വയർ ആണ് വേരിയൻസ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പറയാം വേരിയൻസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഇസ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ, അങ്ങനെയും പറയാം. അപ്പം നമുക്ക് വേരിയൻസ് ആണ് ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്നത്. അതുപോലെ മീൻ തന്നിട്ടുണ്ട്. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് 1000 ആണ്. ഹൗ മെനി സോൾജേഴ്സ് ഇൻ ദ റെജിമെൻറ്റ് വുഡ് യു എക്സ്പെക്ട് ടു ബി ഓവർ 6 feet tall? അപ്പം 6 അടിയിൽ 6 feetനേക്കാൾ കൂടുതൽ ആയിട്ടുള്ള എത്ര സോൾജേഴ്സ് ഉണ്ട്? അതായത് 6 feet ആണ് ഇവിടെ. രണ്ട് മെഷേഴ്സ് ആണ് കേട്ടോ. അപ്പം മെഷർമെൻറ്റ്സ് നമ്മൾ സെയിം ആക്കണം. ഒന്നാമത്തെ കാര്യം, ഇവിടെ തന്നിരിക്കുന്ന മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഇഞ്ചസിലാണ്. 68.22 ഇഞ്ചസ്, അതുപോലെ 10.8 ഇഞ്ചസ് ആണ് വേരിയൻസും തന്നിരിക്കുന്നത്. അപ്പം നമ്മളെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 6 അടിയിൽ കൂടുതൽ എത്ര പേരുണ്ട്, 1000-ൽ എത്ര പേരാണ് 6 അടിയിൽ കൂടുതൽ ഉള്ള സോൾജേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കിവിടെ ഒരിക്കലും 6 അടി എന്നുള്ള ക്വസ്റ്റ്യനിലേക്ക് എത്തിക്കാൻ ആദ്യം ഈ ഒരു മെഷർമെൻറ്റ് റെഡിയാക്കണം. 6 feet ഇഞ്ചസും. അപ്പോൾ നമ്മുടെ ഒരു ഫീറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഇഞ്ചസ് ആയിരുന്നു? 12 ഇഞ്ചസ് ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ ആദ്യം ഒന്ന് ഷെഡ്യൂൾ ചെയ്യണം. ഓക്കെ, റെഡിയാക്കണം. അപ്പോൾ അതെങ്ങനെ നോക്കാം. അത് നമ്മുടെ പിക്ചർ തന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മളൊരു പിക്ചർ ഉണ്ടാക്കാം കേട്ടോ. പിക്ചറൈസ് ചെയ്ത്. അപ്പം മീൻ എവിടെയാണ് തന്നിരിക്കുന്നത്? മീൻ നടുവിലാണ് വരിക. അത് എത്രയാണ് തന്നിരിക്കുന്നത്? 68.22 ഇഞ്ചസ് ആണ്. ഈ രണ്ട് വര എന്ന് പറയുന്നത് ഇഞ്ചസ് ആണ്. വേരിയൻസ് തന്നിരിക്കുന്നത് 10.8 ഇഞ്ചസ് ആണ്. 10.8 ഇഞ്ചസ് ആണ് വെയിറ്റ് വേരിയൻസ്. അപ്പം വേരിയൻസ് എത്രയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് ഓഫ് വേരിയൻസ് ആണ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ അല്ലേ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 10.8. അതെത്രയാണ് നമുക്ക് കാൽക്കുലേറ്ററിൽ വെച്ച് നോക്കിയാൽ മതി. 3.286. ഓക്കെ, അപ്പോൾ അതും നമ്മൾ കിട്ടി. സംഭവം മീനും നമ്മൾ എഴുതി കഴിഞ്ഞു. ഹൗ മെനി സോൾജേഴ്സ് ഇൻ ദ റെജിമെൻറ്റ് വുഡ് യു എക്സ്പെക്ട് ടു ബി ഓവർ 6 feet tall? അപ്പോൾ 6 അടിയിൽ കൂടുതൽ, 6 ഫീറ്റിൽ കൂടുതൽ എത്ര പേരുണ്ട് എന്നാണ് ചോദ്യം അല്ലേ. 6 അടീനെ നമ്മൾ ഫീച്ചേഴ്സ് ഇഞ്ചസിലേക്ക് മാറ്റണം. ഓക്കെ, 6 അടീനെ നമ്മളെങ്ങനെ മാറ്റും? 6 feet. ഒരു ഫീറ്റ് എത്രയാണ്? നമുക്കറിയാം 1 feet is equal to 12 inches ആണ്. അങ്ങനെയാണെങ്കിൽ 6 feet എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 6 into 12 inches, that is 72 inches ആയിരിക്കും അല്ലേ. 6 feet എന്ന് പറയുന്നത് 72 inches ആണെന്ന് കിട്ടി. അപ്പോൾ 72 ഇഞ്ചസിൽ കൂടുതൽ എത്ര പേര് എന്നാണ് ചോദ്യം. 6 feetൽ കൂടുതൽ എത്ര പേരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇഞ്ചസിലേക്ക് മാറ്റിയപ്പോൾ നമുക്ക് കിട്ടിയത് 72 ഇഞ്ച്. അപ്പോൾ 72 ഇഞ്ചിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ വരയ്ക്കും? ഇവിടെ നമുക്കറിയാം കർവിൻ്റെ -∞ ആണ്, ഇവിടെ +∞ ആണ്. അപ്പോൾ 68.22 ആണ് നമ്മുടെ മിഡിൽ പോയിന്റ് എങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്തായിരിക്കും x = 72 ഇഞ്ചസ് എന്ന് പറയുന്നത്. അപ്പം 72 ഇഞ്ചസിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മാർക്കിംഗ് ഷെയ്ഡ് ചെയ്യേണ്ടത് ഇവിടെയാണോ ഇവിടെയാണോ? ഇവിടെ അല്ലേ. കൂടുതൽ റൈറ്റ് സൈഡിലേക്ക് വരും. അപ്പം റൈറ്റ് ഹാൻഡ് മോസ്റ്റ് പാർട്ടിലേക്കാണ് വരുന്നത്. 72 ഇഞ്ചസ് മുതൽ ഇൻഫിനിറ്റിക്ക് വരെ ഈ ഒരു ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാവുന്നത് ഹാഫ് പോർഷൻ മാത്രം 0.5. ഓക്കെ, അപ്പം നമുക്കറിയാം ഈ കണക്ക് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റൂല. നമ്മൾ എന്താക്കും? നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് മാറ്റും. അപ്പം നമ്മളതൊന്ന് മാറ്റി വരയ്ക്കണേ. അപ്പം നടുവിൽ എത്രയായിരിക്കും? z = 0. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയബിൾ എന്താ? z. മറ്റേതിൽ x അല്ലേ. ഈ z മറ്റേതിൻ്റെ z കണ്ടുപിടിക്കണം. എത്ര?
72 ഇഞ്ചസിൻ്റെ സെഡ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കണം? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. എക്സ് എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 72. മ്യൂ എന്ന് പറയുന്നത് മീനാണ്. മീൻ തന്നിരിക്കുന്ന 68.22. സിഗ്മ പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുവച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് തന്നിരിക്കുന്നത്? 3.286. നമ്മൾ കാൽക്കുലേറ്ററിൽ വെച്ച് ചെയ്യുക. കാൽക്കുലേറ്റർ എടുക്കുക, ചെയ്യുക കേട്ടോ. കാൽക്കുലേറ്റർ എടുത്ത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ഓക്കെ, 3.78 കിട്ടും. താഴെ 3.286. നമ്മൾ ഡിവൈഡ് ചെയ്യുക, കാൽക്കുലേറ്റർ എടുക്കുക. വീണ്ടും കാൽക്കുലേറ്റർ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടും? ആൻസർ 1.15 കിട്ടും. സെഡ് വാല്യൂ കിട്ടി. ഈ സെഡ് വാല്യൂ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളവിടെ മാർക്ക് ചെയ്യുക അല്ലേ. സെഡിൻ്റെ വാല്യൂ 0 ആണ്. പിന്നെ 72 ഇഞ്ചസിൻ്റെ അവിടെ എന്താവും? Z is equal to 1.15 ആവും. Z is equal to 0, Z is equal to 1.15. ഓക്കെ, ഇനി നമ്മൾ ഈ ഭാഗത്ത് ഉള്ള റീജിയനാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് ടേബിൾ വാല്യൂ എടുക്കണം അല്ലേ. ടേബിൾ വാല്യൂ എങ്ങനെ എടുക്കുക? നമുക്കറിയാം ടേബിളിൽ Z is equal to 1.1ൽ 0.05 എടുക്കണം അല്ലേ. 1.1ൽ 0.05. 1.1ൽ 0.05. ഓക്കെ, അപ്പം കിട്ടിയിട്ടുണ്ടോ? കാണുന്നുണ്ടോ? 1.1ൽ 1.15 അല്ലേ. അപ്പോൾ 1.1ൽ 0.05 0.3749 കാണുന്നില്ലേ? 0.3749 0.3749. അപ്പോൾ പക്ഷേ ഇവിടെ തരുന്നത് ഈ ഒരു ഏരിയ ആണ് കേട്ടോ. തന്നത് 0.3749. ഞാൻ പറഞ്ഞു ഒരിക്കലും ഈ ഭാഗത്തേക്കുള്ള ഏരിയ ആ ടേബിളിൽ കിട്ടൂല. നമുക്ക് 0 മുതൽ ആ ഒരു വാല്യൂ വരെയുള്ള അത് മാത്രമേ ഏരിയ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയ ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏരിയ. പക്ഷെ നമുക്ക് കണ്ടെത്തേണ്ട ഏരിയ ഈ ഒരു പോർഷനും അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം? ഓട്ടോമാറ്റിക്കലി ഹോൾ ഈ ഒരു ഹാഫ് പോർഷനിൽ നിന്നും ഇത്രയും ഭാഗം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഏരിയ കിട്ടൂലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം. ഏരിയ ബിറ്റ്വീൻ Z is equal to 1.15 and infinity is equal to എന്ത് ചെയ്യണം? നമ്മൾ 0.5ൽ നിന്നും 0.3749 കുറയ്ക്കണം. .1251 എന്ന് കിട്ടും. ഓക്കെ, 0.1251 എന്ന് കിട്ടും. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അപ്പം നമുക്ക് ഏരിയ കിട്ടി. ഈ ഏരിയ എന്ന് പറയുന്നത് 0.15121 ആണെന്ന് കിട്ടി. അപ്പോൾ എത്രയും ആളുകളാണ്. പക്ഷെ നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? assume that the regiment of soldiers എത്ര പേരുണ്ട്? 1000 പേരുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ 1000 ആണെന്ന് എടുക്കുക. അപ്പോൾ 1000ൽ 0.1251 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എഴുതുക? 1000 into 0.1251 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? അപ്പോൾ ഇത് നേരത്തെ ഇവിടെ ഈ ഒരു ഹോൾ സംഭവം നമ്മൾ എന്താക്കിയിട്ടാണ് നേരത്തെ എടുത്തത്? പ്രോബബിലിറ്റീനെ 1 ആക്കിയിട്ടുണ്ട്. ഇനി എന്താക്കണം എന്നാണ് പറഞ്ഞത് അവർ? 1000ൽ എത്രയാണ് ഇത് എന്ന് കണ്ടെടുക്കുക. ഈ സംഭവത്തിന് നമ്മൾ 1 എന്ന് പ്രോബബിലിറ്റി എടുക്കുമ്പോഴാണ് നമുക്ക് 0.1251 കിട്ടിയിരിക്കുന്നത്. അത്രയും ഭാഗമാണ് പോയിന്റ്, അതായത് 72 ഇഞ്ചസിൽ കൂടുതൽ ഉള്ളവർ എന്ന് മനസ്സിലായി. അത് വരാനുള്ള ചാൻസ് ആണ് അവിടെ. ഇനി ചോദിച്ചിരിക്കുന്നത് 1000ൽ എത്രയാണ് ഇത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1000ൽ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താക്കണം? ആ കിട്ടിയ ആൻസർ ഇൻറ്റു 1000 ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുക നമ്പർ ഓഫ് സോൾജേഴ്സ് അല്ലേ. നമ്പർ ഓഫ് സോൾജേഴ്സ് വുഡ് യു എക്സ്പെക്ട് who's greater than 6 feet tall, who is greater than 6 feet tall. 6 feet tall ആയിട്ടുള്ളവർ എത്ര പേരാണ്? 1000ലാണ്. അപ്പോൾ 1000ൽ നമ്മൾ 1000 into 0.125 ആണ്.
അത് പറഞ്ഞാൽ എത്ര വരും? 125.1. നമ്മളൊരിക്കലും ഞാൻ പറഞ്ഞു 125.1, 125.2, 125.3, ഒരു 0.4 അപ് ടു 0.4 വരെ നമുക്ക് എന്ത് ചെയ്താൽ മതി? 125 മാത്രം എടുത്താൽ മതി, 125 മാത്രം എടുത്താൽ മതി. 0.5 ശേഷമാണെങ്കിൽ നമ്മൾ 126 എടുക്കും കേട്ടോ, അപ്രോക്സിമേറ്റ്ലി. അപ്പം ഇതിൻ്റെ ആൻസർ എത്ര വരും? ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 125. അപ്പം 125 സോൾജേഴ്സ് ഉണ്ട് ഈ ഒരു ക്വാർട്ടയിൽ. അങ്ങനെ പറഞ്ഞാൽ എന്തർത്ഥം? 6 അടിയിൽ കൂടുതലുള്ളവർ എത്ര പേരുണ്ട്? 125 പേരുണ്ട്. 6 feet tall, above 6 feet tall എത്ര പേരുണ്ട്? 125 ഔട്ട് ഓഫ് 1000. അപ്പോൾ നമുക്ക് എഴുതാം ഔട്ട് ഓഫ് 1000 സോൾജേഴ്സ് there are 125 people whose height is greater than 6 feet. ഓക്കെ, അപ്പോൾ ഈ കണക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ എ സാമ്പിൾ ഓഫ് 120 വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി, 120 വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി, the mean and standard deviation of wages were rupees 11.35 and rupees 3.03. അപ്പോൾ മീൻ എത്രയാണ് തന്നിരിക്കുന്നത്? തന്നിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക സൈഡിലേട്ടാ. മീൻ ഇസ് ഈക്വൽ ടു 11.35 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ, അത് എത്രയാണ് തന്നിരിക്കുന്നത്? 3.03 ആണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് വർക്കേഴ്സ് ഗെറ്റിംഗ് വേജസ് ബിറ്റ്വീൻ rupees 9 and 17. അപ്പം 9 rupeesൻ്റെയും 17 rupeesൻ്റെ ഇടയിൽ എത്ര പേർക്ക് കിട്ടുന്നത്? അപ്പം നമ്മൾ അപ്പം തന്നെ നമുക്കൊരു കേവ് വരയ്ക്കാൻ സുഖമായിട്ട് കഴിയും അല്ലേ. കേവ് എങ്ങനെയാണ് വരയ്ക്കുക? സെക്കൻഡ്, കേവ് നമ്മളെങ്ങനെ വരയ്ക്കും? അതിൻ്റെ മീൻ എത്രയാണ് തന്നിരിക്കുന്നത്? 11.35 ആണ് അവർ തന്നിരിക്കുന്ന മീന്. മൈനസ് ഇൻഫിനിറ്റി ആണ് ഈ സൈഡിൽ, നമുക്കറിയാം ഇവിടെ പോസിറ്റീവ് ഇൻഫിനിറ്റി ആണെന്ന് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അവർ ഇത്ര ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് വർക്കേഴ്സ്. ഇത് മൊത്തം 100 ആണെന്ന് കണക്കാക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ₹9ൻ്റെയും ₹17ൻ്റെയും 19ൻ്റെയും 11 നമ്മൾക്ക് ഇവിടെ മീൻ കിട്ടിയിരിക്കുന്നത്. അപ്പം 9 എവിടെ വരയ്ക്കാം? നമുക്ക് ലെഫ്റ്റ് സൈഡിൽ അല്ലേ, 11നേക്കാൾ കുറവാണ്. അപ്പോൾ നമുക്ക് x = 9 ലെഫ്റ്റ് സൈഡിലും 11നേക്കാൾ കൂടുതലാണ് 17, അതുകൊണ്ട് നമുക്ക് ഇവിടെയും വരയ്ക്കാം. അപ്പം ഇതിന് നമുക്ക് x1 എടുക്കാം, ഇവിടുന്ന് x2 എടുക്കാം, എല്ലാം x എടുക്കാം, കൺഫ്യൂഷൻ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എത്ര വർക്കേഴ്സ് ഉണ്ടാവും, എത്ര പെർസെൻറ്റേജ് ഓഫ് വർക്കേഴ്സ് ഉണ്ടാവും, എത്ര വർക്കേഴ്സ് ഉണ്ടാവും എന്നല്ല, എത്ര പെർസെൻറ്റേജ് ഓഫ് വർക്കേഴ്സ് ലൈ ഇൻ ദിസ് ഏരിയ അല്ലേ, അതാണ് ചോദ്യം ചോദിക്കുന്നത്. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് വർക്കേഴ്സ് ഗെറ്റിംഗ് വേജസ് ബിറ്റ്വീൻ 9 and ₹17 in the whole factory assuming that the wages are normally distributed. അപ്പോൾ പിക്ചറൈസ് ചെയ്തിട്ട് സംഭവം എന്താ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് തന്നിട്ടുണ്ട്. പോരാത്തത് മീൻ 11.35 ആണ്, 35 എന്ന് തന്നിട്ടുണ്ട്. 9ൻ്റെയും 17ൻ്റെയും ഉള്ളിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് വർക്കേഴ്സ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ ശമ്പളം വാങ്ങിക്കുന്നത് അല്ലേ, 9ൻ്റെയും 9 രൂപയുടെയും 17 രൂപേൻ്റെയും ഇടയിൽ എത്ര പേരുണ്ട്. ഇത് കുറേ പണ്ടത്തെ കണക്കാൻ തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താക്കണം? നമുക്ക് ഈ കണക്ക് ഇതിൽ പോകില്ല. നമ്മൾ എന്താക്കും? നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിലും നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ പോകില്ല, നമ്മൾ എന്താക്കും? സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് ഇവിടെ z = 0. ഞാൻ രണ്ടാമത്തെ പിക്ക് വരയ്ക്കുന്നില്ല കേട്ടോ. ഇവിടെ z = 0 ആവും, ഇവിടെ z = എത്രയാവും? Z2, അതുപോലെ Z1 എന്താവും എന്ന് നോക്കാം. അതിന് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? Z1 കണ്ടുപിടിക്കാനുള്ള ഫോർമുല x - μ/σ. ഓക്കെ, അവിടുത്തെ x എന്ന് പറയുന്നത് 9 മൈനസ് മ്യൂ എത്രയാണ്? മ്യൂ എന്ന് പറയുന്നത് മീനാണ് അല്ലേ, മീൻ 11.35 ആണ്, ബൈ സിഗ്മ എന്ന് പറയുന്നത് 3.03 ആണ്. അപ്പോൾ ഇത് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് കാൽക്കുലേറ്റർ എടുക്കുക ചെയ്യാം. അപ്പോൾ -2.35 ബൈ 3.303. അത് ചെയ്താൽ ഈക്വൽ ടു എത്ര കിട്ടും? -0.78. ഓക്കെ, നമുക്ക് ഒരുപാട് 2 3 അതിൽ കൂടുതലും കിട്ടും. ഡെസിമൽ പോയിന്റ് നമ്മൾ മിനിമം 2 points ആക്കി വെക്കുക കേട്ടോ, കാരണം നമ്മൾ ടേബിൾ വാല്യൂവിൽ നമുക്ക് 2 എണ്ണാൻ മതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ രീതിയിലേക്ക് കാണുന്നു. പോയിന്റ് ശേഷം 2 ഡിജിറ്റ് മതി കേട്ടോ.
അപ്പോൾ അതിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്തതാണ് കിട്ടിയിരിക്കുന്നത്. അപ്രോക്സിമേഷൻ -0.78 കിട്ടി. ഇനി ഇത് ഇവിടെ ഉള്ളത് അല്ലേ, അപ്പോൾ -0.78 ആണ് രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. ഇനി Z2 എന്താവും നോക്കാം. Z2 കാണണമെങ്കിൽ 17, അതായത് x - μ എന്ന് പറഞ്ഞാൽ ഇവിടെ x അല്ലേ 17, 17 - μ എന്ന് പറയുന്നത് 11.35 ആണ് ബൈ നേരത്തെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ 3.03. അത് ചെയ്താൽ എത്ര കിട്ടും? കാൽക്കുലേറ്റർ എടുക്കുക, വീണ്ടും ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 5.65 കിട്ടും അല്ലേ, ബൈ 3.03. അത് വീണ്ടും കാൽക്കുലേറ്റർ എടുക്കുക. 565/303 ചെയ്താൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു 1.86. ഓക്കെ, ഇത് ഞാൻ അപ്രോക്സിമേറ്റ്ലി എടുക്കുന്നതാണ്, കാരണം നമുക്ക് പോയിന്റിന് ശേഷം 2 ഡിജിറ്റുകൾ മാത്രം മതി. അപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യാം. ഓക്കെ, 1.86 അറിയാലോ, അപ്പോൾ 1.86 കിട്ടും. ഇനി ഈ സെറ്റ് ടേബിൾ വാല്യൂ കണ്ടാൽ മാത്രം മതിയോ? ഇതിൻ്റെ ഉള്ളിൽ എത്ര ഏരിയ വരുന്നത് കാണണ്ടേ? അപ്പോൾ നമ്മൾ എന്താക്കണം? ടേബിൾ വാല്യൂ എടുക്കണം. അപ്പോൾ ടേബിൾ എടുക്കുക. ടേബിളിനകത്ത് നമുക്ക് ഇവിടെ സെറ്റിൻ്റെ വാല്യൂ കിട്ടും. ഇവിടെയാണ്. അപ്പം 0.78 എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എന്താക്കണം? 0.7 അല്ലേ, ഇവിടെ 0.7 എടുക്കണം. 0.78 അല്ലേ, അപ്പോൾ ഇവിടെ 0.08. ഇവിടെ 0.00 വരും, 0.01 വരും, 0.02 വരും, അങ്ങനെ എക്സെട്ര 0.08 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 0.08ലുള്ള വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടും. അത് എത്രയാണ് നോക്കാം. ടേബിൾ എടുത്ത് നോക്കുക. 0.078 സോറി 0.78 0.7ൽ 0.8 അല്ലേ, 0.7ൽ 0.8 0.2823 അല്ലേ, 0.7ൽ 0.08 കാണുന്നുണ്ടോ? ഓക്കെ, 0.2823 കാണുന്നുണ്ടോ? ഓക്കെ, 0.2823. അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടു, നമുക്ക് 0.2823 എന്ന് കണ്ടു. അപ്പോൾ നമ്മൾ അവിടെ എഴുതി വെക്കും. ഇതിട്ടിട്ട് ഇതുവരെയുള്ള ഏരിയ ആണല്ലോ തന്നിരിക്കുന്നത്, 0.2823 എന്ന്. നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ഏരിയ ബിറ്റ്വീൻ Z1 is equal to 9 plus 0.78 and 0 അല്ലേ, ഇത് രണ്ടിൻ്റെ ഇടയിലാണ്. ഇതിൻ്റെ ഇടയിലുള്ളതാണ്. ഏരിയ ഇസ് ഈക്വൽ ടു 0.2823. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റത്തെ. രണ്ടാമത്തെ നമുക്ക് Z2 is equal to 1.86 അല്ലേ. അതെങ്ങനെ കാണാം? നമുക്ക് കുറച്ചുകൂടെ താഴോട്ടേക്ക് അതേ ടേബിളിൽ ഒരു 1.8 എടുക്കുക. ഇവിടെ 1.8ൽ നമുക്കിവിടെ ഒരു 0.06 എടുക്കുക. ഓക്കെ, അപ്പോൾ 0.06 എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം. ജസ്റ്റ് താഴോട്ടേക്ക് പോവുക. 1.8ൽ 1.8 ഇതാ 0.06 അല്ലേ. 1.8ൽ 0.06 എന്ന് പറയുമ്പോൾ എത്ര വരും? 0.4686 കാണുന്നുണ്ടോ? 0.4686. അപ്പോൾ ഇവിടെ എഴുതി വെക്കുക 0.4686 എന്ന് കാണാം നിങ്ങൾക്ക്. അതാണ് ഇവിടുത്തെ ഏരിയ 0.4686 അല്ലേ. ഞാനിവിടെ ഏതാണ് ഏരിയ ബിറ്റ്വീൻ ഏതാണ് Z is equal to 0 and Z is equal to 1.86 is 0.4686. ഇനി നമുക്ക് ഈ ഒരു മൊത്തമായിട്ടുള്ള ഏരിയ ആണ്, ഈ മൊത്തം ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ഫുൾ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ഈ രണ്ട് ഏരിയാസും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. അപ്പോൾ ടോട്ടൽ ഏരിയ റിക്വയർഡ് is equal to adding both. രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 0.7509 കിട്ടും കേട്ടോ. 0.7509 കിട്ടും. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണോ ചോദിച്ചത്? പ്രോബബിലിറ്റി മാത്രം കണ്ടാൽ മതിയോ? അല്ല, ക്വസ്റ്റ്യൻ ചോദിച്ചത് ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് വർക്കേഴ്സാണ് പറഞ്ഞത്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് വർക്കേഴ്സ് എങ്ങനെ കാണും? പെർസെൻറ്റേജ് ഓഫ് വർക്കേഴ്സ് കണ്ടുപിടിക്കാൻ ഈ കിട്ടിയ ആൻസറിന് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 ചെയ്താൽ മതി കേട്ടോ. 100ൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 75.09. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി എത്ര പറയാം? 75% ഓഫ് വർക്കേഴ്സ് അല്ലേ. 75.09 എന്ന് പറയുമ്പോൾ 75.1% അല്ലെങ്കിൽ 75%. നിങ്ങൾക്ക് വേണമെങ്കിൽ 0.1 എന്ന് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ.
അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ 75.1% ആൾക്കാരും എത്ര രൂപേൻ്റെ ഉള്ളിലാണ് മേടിക്കുന്നത്, എത്ര രൂപയാണ് ശമ്പളം വാങ്ങിക്കുന്നത്? 9 റുപ്പീസിൻ്റെയും 17 റുപ്പീസിൻ്റെയും ഇടയിലാണ് ഇത്രയും 75% ആൾക്കാർക്കും ശമ്പളം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ ഇതേ ക്വസ്റ്റ്യൻ ചിലപ്പം ഇതിപ്പോൾ പെർസെൻറ്റേജ് ചോദിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ ഔട്ട് ഓഫ് 120 വർക്കേഴ്സ് എന്ന് പറഞ്ഞതുകൊണ്ട് ചില സമയത്ത് ക്വസ്റ്റ്യനിൽ ഔട്ട് ഓഫ് 120 വർക്കേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ നമുക്ക് ആ കിട്ടിയ ആൻസർ ഇൻറ്റു 120 ആണ് ചെയ്യേണ്ടത്. ഇപ്പം ഈ ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് ഓഫ് വർക്കേഴ്സ് ഹു ഗോട്ട് വേജസ് ബിറ്റ്വീൻ ₹9 and ₹70 എന്ന് പറയുമ്പോൾ 0.7509 ഇൻറ്റു 100 ചെയ്താൽ മതി, പെർസെൻറ്റേജ് ചോദിച്ചത് കൊണ്ട്. ഓക്കെ, ഔട്ട് ഓഫ് ഇത്ര ടോട്ടൽ ഇത്ര എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റു 120. അപ്പോൾ നമുക്ക് അവരുടെ കൃത്യം എണ്ണം കിട്ടും. ഇത് ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. An aptitude test was conducted for selecting officers in 4 banks from 1000 students. The average score is 42 and the standard deviation is 24. Assume normal distribution for scores and find the number of candidates whose score exceed 58, the number of candidates whose score lie between 30 and 66. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, the number of candidates whose score is less than 40. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരു 4 ബാങ്കിൽ ടെസ്റ്റ് നടത്തിയപ്പോൾ ഔട്ട് ഓഫ് 1000 സ്റ്റുഡൻസ് അല്ലേ, 4 ബാങ്കിലേക്കുള്ള an aptitude test was conducted for selecting officers in 4 banks from 1000 students. ഓക്കെ, 4 ബാങ്കിലേക്കുള്ള 1000 സ്റ്റുഡൻസിനെയാണ് അപ്പോൾ അവർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നോക്കിയത്. അപ്പോൾ ആവറേജ് സ്കോർ കിട്ടിയിരിക്കുന്നത് 42 ആണ്. സ്റ്റാൻഡേർഡ് ഡിവിഷൻ നിങ്ങൾക്കറിയാം, 42 + 24, 42 - 24 അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഇറ്റ് ഈസ് ദ ഡിവിഷൻ ഡിവൈറ്റഡ് ഫ്രം ദ മീൻ അല്ലേ, മീനിൽ നിന്ന് എത്രത്തോളം വിട്ടു നിൽക്കുന്നു അതാണ് ഉദ്ദേശിക്കുന്നത്. Assume normal distribution for scores and find, first question, number of candidates whose score exceed 58. 58നേക്കാൾ കൂടുതൽ 58 മാർക്കിൽ കൂടുതൽ എത്ര പേര്? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡത്തെ ക്വസ്റ്റ്യൻ, the score lies between 30 and 66. 42 മെയിൻ മാർക്ക് എന്നറിയാൻ നമുക്ക് 30ൻ്റെയും 66ൻ്റെയും ഉള്ളിൽ എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് മാർക്ക്. അതുപോലെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു സ്കോർ ലെസ് ദാൻ 40 എന്ന് പറഞ്ഞാൽ 40ൽ കുറവ് എത്ര പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ആ പിക്ചറൈസേഷൻ ഒന്ന് ചെയ്യാം. മീൻ എത്രയാണെന്ന് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യന് വേണ്ടിയിട്ടാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. മീൻ എന്ന് പറയുന്നത് എത്ര വരും? മീന് എത്ര വരുന്നത്? 42 അല്ലേ. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്നത് ഹൂ സ്കോർ എക്സീഡ് 58. അപ്പോൾ 58 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ പോസിറ്റീവ് ഇൻഫിനിറ്റി, ഇവിടെ മൈനസ് ഇൻഫിനിറ്റി. 42 കഴിഞ്ഞിട്ടാണ് 58. അപ്പോൾ റൈറ്റ് സൈഡിൽ 58. അപ്പോൾ 58ൽ കൂടുതൽ എത്ര പേർക്ക്? അപ്പോൾ ഈ ഒരു പോർഷനാണ് കണ്ടുപിടിക്കുന്നത്, മനസ്സിലായി. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 52 മാർക്കിൽ കൂടുതൽ എത്ര പേർക്ക് കിട്ടി അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളത് ചെയ്യാം. ഓക്കെ, 58. അപ്പോൾ ഈ ഒരു ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ, നേരത്തെ ചെയ്ത പോലെ തന്നെ ടോട്ടൽ, അതായത് ഹാഫ് ഏരിയയിൽ നിന്നും ഈ ഒരു ഏരിയ കുറയ്ക്കും അല്ലേ. ഈ ഒരു ഏരിയ നമുക്ക് എവിടെ നിന്ന് കിട്ടും? സെറ്റ് ടേബിൾ വാല്യൂവിൽ നിന്ന്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താക്കും? ആദ്യം സെറ്റ് ടേബിളിലേക്ക് നമ്മൾ ക്വസ്റ്റ്യൻ മാറ്റും അല്ലേ. സെറ്റ് ടേബിളിലേക്ക് ഇങ്ങനെ മാറ്റും. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ സെറ്റ് ടേബിളിലേക്ക് മാറ്റുമ്പോൾ z = ഇവിടെ 0 ആവും. ഇവിടെ z = വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? z-ലേക്ക് മാറ്റുന്ന വാല്യൂ z = x - μ/σ. ദാറ്റ് ഈസ് x ഇവിടെ 58 ആണ്, മ്യൂ പറയുന്നത് 42 ആണ്, സിഗ്മ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ = 24. നേരത്തെ തന്നതൊക്കെ അവിടെ എഴുതി വെക്കുക സൈഡിൽ കേട്ടോ. 48 ആണ്, സിഗ്മ = 24 ആണ്. അപ്പോൾ തന്നതൊക്കെ എഴുതി വെച്ചു. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പം 58 - 42 എന്ന് പറഞ്ഞാൽ എത്ര വരും? 16 അല്ലേ. 16/24 കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര കിട്ടി? 0.67. ഞാൻ പറഞ്ഞിട്ടുണ്ട് പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വാല്യൂ 0.67 കിട്ടും. അപ്പോൾ 0.67ൻ്റെ ഇവിടെയുള്ള വാല്യൂസാണ് കിട്ടുക അല്ലേ. ഇവിടെയുള്ള വാല്യൂസ് നമുക്ക് എവിടെ നോക്കിയാൽ കിട്ടും? ടേബിളിൽ നോക്കിയാൽ, സെറ്റ് ടേബിളിൽ നോക്കിയാൽ കിട്ടും. അപ്പോൾ സെറ്റ് ടേബിൾ എടുക്കുക. സെറ്റ് ടേബിളിൽ നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെറ്റ് ടേബിളിൻ്റെ വാല്യൂസിൽ 0.67 എന്ന് പറയുമ്പോൾ നമ്മൾ 0.6ൽ 0.7 നോക്കണം. 0.6ൽ 0.07 അല്ലേ.
0.2486 0.2486 അല്ലേ വരുന്നത്. നോക്കുക 0.6ൽ 0.07 ദാറ്റ് ഈസ് 0.2486. ഓക്കെ 0.2486. അപ്പോൾ നമുക്കവിടെ കിട്ടി വാല്യൂസ് എന്താ കിട്ടിയിരിക്കുന്നത് 0.2486. അത് ഇവിടെ ഉള്ള വിലയാണ് അല്ലേ 2486 എന്ന് പറയുന്നത്. നമുക്ക് കാണേണ്ട ഈ വാല്യൂ ആണ്. അത് ഇങ്ങനെ കണ്ടുപിടിക്കും. ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് ഹാഫാണ്. അതിൻ്റെ ഒന്നും ഈ ഒരു പോർഷൻ കവർ ചെയ്ത് കൊടുത്താൽ മതി. ഈ കവർ അതും മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ കിട്ടും. ഓക്കെ അപ്പോൾ നമുക്ക് ഏരിയ ബിറ്റ്വീൻ z is equal to 0.67 and ഇൻഫിനിറ്റി is equal to എന്ത് കിട്ടും 0.5ൽ നിന്നും ആരെ കുറയ്ക്കണം 0.2486 കുറച്ചാൽ മതി അല്ലേ. സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ അത്ര കിട്ടും 0.0000 എടുത്ത് 10 - 6 4 0.2514 കിട്ടി. അപ്പോൾ 0.2514 എന്ന് പറഞ്ഞാൽ നമുക്കിതിപ്പോൾ ഏരിയ ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഈ ഒരു ഏരിയ ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 0.2514 എന്ന് പറഞ്ഞാൽ ഏരിയ ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്കത് ആളുകളുടെ എണ്ണത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എത്രയാണ് 1000 സ്റ്റുഡൻസിലാണ് ഈ ടെസ്റ്റ് നടത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ 1000 സ്റ്റുഡൻസിൽ എന്ന് പറയുമ്പോൾ ഈ കിട്ടിയ ഏരിയ ഇൻറ്റു 1000 ചെയ്താൽ മതി. എത്ര കുട്ടികൾക്കാണ് 50 എബോവ് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏതാ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു സ്കോർ എക്സീഡ് 58 എത്ര വരും നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു സ്കോർ എക്സീഡ് 58 എന്ന് പറയുമ്പം അപ്പം നമുക്ക് 2.2514 ഇൻറ്റു 1000 ടോട്ടൽ എത്രയാണ് 1000. ഇവിടെ എത്രയാണോ ടോട്ടൽ തന്നത് അതിനോടാട്ടോ ഇൻറ്റു ചെയ്യേണ്ടത്. 10,000 തന്നാൽ 10,000-നോടാണ് ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 1000 ആണ്. അപ്പം നമുക്ക് എത്ര കിട്ടും 251.4 കിട്ടും അല്ലേ. 3 പ്ലേസ് മാറും. അതായത് 251.4. ഈ 0.4 ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കണക്കാക്കണ്ട. അപ്പം എത്ര കുട്ടികളാണ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് എത്ര പറയാം 251 സ്റ്റുഡൻസിന് എത്ര മാർക്കിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് 58 മാർക്കിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ആവറേജ് ആയ 42 അല്ല 58 മാർക്സിൽ കൂടുതൽ കിട്ടിയത് എത്ര പേരുണ്ട് 251 സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ. 1000-ൽ 251 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ കറക്റ്റാണ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് സെക്ഷൻ അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നേരത്തെ ചെയ്തിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ. അപ്പം നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹൂ സ്കോർ ലൈ ബിറ്റ്വീൻ 30 and 66 അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് നമ്മൾ എന്താക്കുക ആദ്യം തന്നെ ആ പിക്ചർ അങ്ങ് വരയ്ക്കുക. കറക്റ്റ് വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമേ ഇല്ല. ആ കണക്കെല്ലാം കിട്ടും. ഓക്കെ അപ്പോൾ ഇതെങ്ങനെ കിട്ടും കറക്റ്റ് നടുക്കൂടെ പോകും. കറക്റ്റ് നടുക്കൂടെ പോകുമ്പോൾ x ഈക്വൽ ടു ഇവിടെ എത്ര തന്നത് മീൻ എത്രയായിരുന്നു തന്നത് മീന് 42. അതിവിടെ എഴുതി 30-ൻ്റെയും 66-ൻ്റെയും ഇടയിൽ എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 30 എന്ന് പറഞ്ഞാൽ എന്തായാലും 42-ൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരും. അതേപോലെ 66 എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ വരും. അത് x1 ഇത് x2 ഒക്കെ എടുക്കുക അല്ലേ. -∞ +∞ അതൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് കാണേണ്ട ഏരിയ ഹൂ സ്കോർ ലൈ ഇൻ ബിറ്റ്വീൻ ദീസ്. ഇത്രയും ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം Z ടേബിളിലേക്ക് പോകണം. Z ടേബിളിലേക്ക് പോകാനുള്ള ഫോർമുല എന്താണ് Z is equal to x minus mu by sigma. x ഇവിടെ എത്രയാണ് ഫസ്റ്റത്തെ Z1 എന്ന് എടുക്കാം അല്ലേ. x1-ന് പകരം നമുക്ക് ഇവിടെ Z1 Zലേക്ക് പോകുമ്പോൾ Z 0 ആവും. Z1 എന്ന് പറയുമ്പോൾ 13 നമുക്ക് എന്താക്കാം മാറ്റാം. 30 മൈനസ് mu എത്രയാണ് 42/24. കാൽക്കുലേറ്റർ എടുത്ത് ചെയ്ത് നോക്കുക. 13 - 42/24 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് -0.5 കിട്ടും കേട്ടോ. -0.5. അപ്പം നമ്മളിവിടെ മാർക്ക് ചെയ്യാം -0.5. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ തൊട്ടിട്ടുള്ള ഇവിടെ നിന്ന്. അത് നമുക്ക് ടേബിൾ വാല്യൂ എടുത്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തത് ഞാൻ രണ്ടും ഒരുമിച്ച് തന്നെ കണ്ടുപിടിക്കാം. Z2-ൻ്റെ വാല്യൂ 66 ആണ്. x2 66 ആണെങ്കിൽ Z2 എത്രയായിരിക്കും. അപ്പോൾ Z2 കാണണം. നമുക്ക് നേരത്തെ Z1 ആണ് കണ്ടത്. ഇനി x2 - mu by sigma.
അപ്പോൾ x2 എന്ന് പറയുന്നത് 66 മൈനസ് 42/24. അപ്പോൾ അത് എത്ര വരും? കാൽക്കുലേറ്റർ എടുക്കുക, വീണ്ടും ചെയ്യുക, ആൻസർ 1 കിട്ടുന്നുണ്ട് അല്ലേ. 24/24 അപ്പം 1. അപ്പോൾ 1 ആണ് ഇവിടെ. അപ്പോൾ 0 മുതൽ 1 വരെ എത്രയാണ് ഏരിയ, 0 മുതൽ 0.5 വരെ എത്രയാണ് ഏരിയ, അത് മാത്രമേ നമുക്ക് നോക്കണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് ടേബിൾ നോക്കാം. 0.5 വരെ എത്രയാണ് ഏരിയ? 0.5 വരെ 0.5 എന്ന് പറയുന്നത് ഫസ്റ്റത്തെ അല്ലേ. 0.5ൽ 0 എടുത്താൽ 0.5 തൊട്ടിട്ട് നമുക്ക് എത്ര സീറോസ് വേണമെങ്കിലും ഇടാം. അപ്പോൾ 0.500 എന്ന് എടുക്കാം. അപ്പോൾ 0.0ൽ നോക്കുക, 00 നോക്കുമ്പോൾ 0.1915 കാണുന്നുണ്ടോ? കാണുന്നില്ലേ? ഓക്കെ, 0.1915. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയ ആണ് പോയിൻറ്റ് 0.1915. ഓക്കെ, ഇനി 0 മുതൽ 1 വരെയുള്ളതിൻ്റെ ഏരിയ നമുക്ക് വീണ്ടും ടേബിൾ എടുക്കാം. 1ൽ എത്രയാണ് ഏരിയ? 0.3413. അത് നമ്മൾ നേരത്തെയും കണ്ടുപിടിച്ചതാണ്, 0.3413. അപ്പോൾ ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെയുള്ളതിൻ്റെ ഏരിയ 0.3413 അല്ലേ. അപ്പോൾ ഇവിടെ വരെയുള്ള ഏരിയയും കിട്ടി, ഇത് വരെയുള്ള ഏരിയയും കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ വി ക്യാൻ ആഡ് ദ ഏരിയ ബിറ്റ്വീൻ -0.5 and +1 is 0.1915 plus 0.3413. രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 8, 2, 13, 1, 5 അല്ലേ, 5328. അതായത് 0.5328 ആണ് നമ്മുടെ ഏരിയ. ഇത്രയും ഭാഗം എന്ന് പറയുന്നത് 0.5328 ആണ്. പക്ഷെ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 1000 എത്രയെന്നാണ് ചോദിച്ചത് അല്ലേ. 1000 കാൻഡിഡേറ്റ്സിൽ എത്രയെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ കിട്ടിയ ആൻസർ ഇൻറ്റു 1000 ചെയ്യണം. അപ്പോൾ നമ്പർ ഓഫ് candidates whose score lie between lie between 30 and 66 is പറയുമ്പോൾ നമ്മൾ എന്താക്കും? 1000 into 0.5328. 1000 എത്രയാണെന്ന് ചോദിച്ചതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 532.8. 532.8 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 533 എഴുതാം. അപ്പോൾ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 533. അപ്പോൾ 533 കാൻഡിഡേറ്റ്സ് അല്ലേ. അപ്പോൾ കാൻഡിഡേറ്റ്സ് ഓക്കെ. അപ്പം കാൻഡിഡേറ്റ്സ് എത്ര കാൻഡിഡേറ്റ്സിനാണ് 30 മുതൽ 66 മാർക്ക് വരെ കിട്ടി സ്കോർ ചെയ്തത്? അവർക്ക് 533 കാൻഡിഡേറ്റ്സിന് 30ൻ്റെയും 66ൻ്റെയും ഉള്ളിൽ മാർക്കുണ്ട്. ഇനി നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹൂ സ്കോർ ഇസ് ലെസ് ദാൻ 40, അത് നിങ്ങൾക്കായിട്ട് ഒരു ഹോംവർക്ക്. ഓക്കെ, ശരി.